ഞങ്ങളങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ ഡേയുടെ സ്റ്റാർട്ടിംഗ് ആണ്. സെക്കൻഡ് സ്ട്രെച്ച് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഇസ് മാൽപ്പെ. ഒരു കരിക്ക് കുടിച്ചിട്ട് നമുക്ക് തുടങ്ങാം. നല്ല ചൂടാ. ചിയസ്. നല്ല ചൂടാണ്. നല്ല ചൂടത്ത് നല്ല കരിക്ക് കുടിക്കുമ്പോൾ നല്ല സുഖമുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി ലാസ്റ്റത്തെ ഒരു 75 കിലോമീറ്റർ കുറച്ച് കഷ്ടപ്പെട്ടു. ആദ്യത്തെ 300 ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് പെയിൻ പോലും എടുക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഒരു 2 hours ഒരു ബ്രേക്ക് എടുത്തൊരു സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ സീനൊന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റത്തെ 75 കിലോമീറ്റർ ഞാൻ വീഡിയോയിൽ പറഞ്ഞോളൂ, അടിപൊളി റോഡാന്ന് പറഞ്ഞ് തീരല്ല. അവിടെ നിന്ന് കൺസ്ട്രക്ഷൻ, ഫ്യൂച്ചറിൽ അടിപൊളി റോഡാക്കാനുള്ള കൺസ്ട്രക്ഷനാണ്. പക്ഷെ എല്ലാ ഫുൾ റോഡ്, ഫുൾ ഹൈവേ പൊളിച്ചിട്ടേക്കണം. ഒരു 75 കിലോമീറ്റർ പൊളിച്ചിട്ട റോഡ്. നമ്മളൊരു 1.5 മണിക്കൂറും കൂടി പോയാൽ എത്തേണ്ട ഡെസ്റ്റിനേഷൻ 3 മണിക്കൂർ എടുത്ത് വെളുപ്പിന് 1 മണിക്കാണ് നമ്മൾ ഹോട്ടലിൽ കയറിയ. എന്നാലും നമ്മൾ കഷ്ടപ്പെട്ടു. കുറേ സ്ഥലത്ത് ഇരുട്ട്, കുറേ സ്ഥലത്ത് വണ്ടി, കുറേ സ്ഥലത്ത് കുണ്ടും കുഴി. മൂടൊക്കെ ചെറുതായിട്ട് പപ്പടമായി. വന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഓടിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ലാസ്റ്റത്തെ സ്ട്രെച്ച് വയ്യാണ്ടായി. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമുക്കാണെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൂര ഇട്ടായിരുന്നു. നമുക്കിപ്പോൾ അപ്പുറത്തുനിന്നുള്ള വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അടിക്കുകയും ചെയ്യും, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഡ്രൈവ് ചെയ്യാൻ. ലാസ്റ്റ് സ്ട്രെച്ച് ഒരു 75 നമ്മൾ കഷ്ടപ്പെട്ടു. ബാക്കിയെല്ലാം സെറ്റായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഇത്തിരി ലേറ്റായി. 1 AM വന്ന് ഉറങ്ങി. നമുക്കാണെങ്കിൽ 3:30 എഴുന്നേറ്റ് നമ്മുടെ തെയ്യം കാണാൻ പോകണമായിരുന്നു. അപ്പോൾ തെയ്യം കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ ഉറങ്ങി, 2 മണിക്കൂർ കഷ്ടിച്ച് ഉറങ്ങി എഴുന്നേറ്റ് തെയ്യം കാണാൻ പോയി. അത് പക്ഷേ വൺ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. തെയ്യം അടിപൊളിയായിരുന്നു. ഞങ്ങൾ കറക്റ്റ് അഗ്നിപ്രവേശം തെയ്യമാണ് കാണാൻ പോയത്. അപ്പോൾ അതിലാ ഒരു കനലൊക്കെ കൂടിയിട്ട് ഭയങ്കര ഇൻറ്റൻസ് തെയ്യമായിരുന്നു. എനിക്ക് ഡിവൈനേക്കാളും കൂടുതൽ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് തോന്നി. ഇങ്ങനെ നമുക്കാണെങ്കിൽ ഫ്രണ്ടിൽ കയറാൻ പറ്റി. ആദ്യമൊക്കെ നമ്മൾ ബാക്കിൽ നിന്ന് എത്തിച്ച് നോക്കുക ചെയ്തേ. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ പോയിട്ട് സെക്കൻഡ് റോയിൽ ഇരിക്കാൻ പറ്റി. അതായത് തെയ്യം നടക്കണതിൻ്റെ അവിടെ നിന്ന് സെക്കൻഡ് റോയിൽ ഞാൻ ഇരുന്ന് കണ്ട, ഞങ്ങൾ രണ്ടാളും. അപ്പോൾ ഭയങ്കര ഇൻറ്റൻസ് ആയിരുന്നു. അവരിങ്ങനെ ആ ഒരു കനലിലേക്കൊക്കെ കയറണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് തോന്നുകയും ചെയ്യും. ഇനിയിപ്പോൾ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഫുഡൊക്കെ അടിച്ചു, അവിടെ നിന്ന് ഇറങ്ങി, കരിക്ക് സെറ്റ്. ലെറ്റ്സ് ഗോ. നമ്മുടെ നീയാണ് എനിക്ക് വേദന വരുന്നത്, ജോസഫിന്റെ ഷോൾഡറും. അപ്പൊ ഇറങ്ങുമ്പോ നീക്കുള്ളതാണ്. ഞാൻ കുറച്ച് സ്ട്രെച്ചിങ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചേ. ആക്ച്വലി ഞാൻ ഓർത്തേണ്ടായിരുന്നില്ല പെയിൻ വരും എന്നുള്ള കാര്യം. ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് മൂടാ, പക്ഷെ വേദന വരുന്നത് എന്റെ നീക്കുക. 30 വയസ്സാവാറായി. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേ നൈറ്റ് ഡേ നല്ല അടിപൊളി ഹോട്ടലിൽ നമ്മൾ കയറി. ഹോട്ടലിന്റെ നെയിം കരാകര ആണോ? കാർക്കേര. ഈ ഹോട്ടലിന്റെ പേര് ഞങ്ങൾക്ക് ആദ്യം മുതൽ കിട്ടുന്നില്ല. ഞങ്ങൾ കെരാകര, കാർകര, എന്നിട്ട് കേരകേര ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ വന്നേ. ശരിക്കും കാർക്കര അല്ലേ? കാർകര എന്നാ. നൈസ് ഹോട്ടലാട്ടെ, ന്യൂ ഹോട്ടലാന്ന് തോന്നണു. വെറുതെ ഒന്ന് ഓടിച്ചു കാണിച്ചോ. നല്ല നല്ല ബെഡൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടം പോലെ TV ഉണ്ട്, കബേർഡ്സ് ഉണ്ട്. ക്ലീൻ ആയിരുന്നു, നീറ്റ് ആയിരുന്നു. ഇവിടുത്തെ റൂം ബോയ് നല്ലതായിരുന്നു. നല്ല നീറ്റ് ന്യൂ കർട്ടൻസ് ഉണ്ട്, AC ഉണ്ട്, ഫുൾ സെറ്റപ്പ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് മാൽപ്പയിൽ വന്നു കഴിഞ്ഞാൽ ബീച്ചിന് തൊട്ടടുത്താണ്. ഒരു ബീച്ചിനകത്തേക്ക് നമുക്ക് നടന്നും പോവാം. 10 minutes നടന്നു കഴിഞ്ഞാൽ സെന്റ് മേരീസ് ഐലൻഡിലേക്കുള്ള ബോട്ടിന്റെ അവിടെയും എത്തും. നമ്മളെ ബൈക്ക് എടുത്ത് പോകണമെങ്കിൽ 2 minutes സെന്റ് മേരീസ് ഐലൻഡ് പോവാം. അപ്പൊ നമ്മുടെ നാളത്തെ പരിപാടി സെന്റ് മേരീസ് ഐലൻഡിൽ പോണതാ. അപ്പൊ നമുക്ക് അവിടെ എത്താനും ഈസിയാണ്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ നിൽക്കാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷൻ ആണ്. പുറമൊക്കെ നമ്മൾ നാളെ കാണിച്ചു തരാം. അങ്ങനെ ഇപ്പോൾ ഇവിടെ വന്ന് കുളിച്ച് സദാമാനമായി. നമുക്ക് ചെറിയ പെയിനൊക്കെ അടിച്ചു. അപ്പൊ 2 മണിക്കൂർ കൂടുമ്പോ എനിക്ക് നീ പെയിനും ജോസഫിന്റെ ഷോൾഡർ പെയിനൊക്കെ വന്നു. പിന്നെ നമുക്ക് ചെറുതായിട്ട് മൂഡ് വേന എടുക്കും. ഇത്രയും ലോങ് ഡ്രൈവ് അല്ലേ. അപ്പൊ നമ്മൾ എവറി 1.5 to 2 hours ഇറങ്ങി ഞങ്ങൾ സ്ട്രെച്ച് ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഇവിടെ എത്തി കുളിച്ച് കഴിയുമ്പോൾ നമ്മൾ എല്ലാം റീസെറ്റ് ആവും. അപ്പൊ ഇവിടെ റീസെറ്റായി സമാധാനമായിട്ടിരിക്കുകയാണ്. മൈക്ക് പോയി ഗൈസ്, മൈക്ക് പോയി, എവിടെയോ പോയി. ഞങ്ങൾ ഒരു സ്ഥലത്ത് എത്തിയിട്ട് നിർത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ജാക്കറ്റ് ഊരി, എൻ്റെ മൈക്കോട് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അത് മാറ്റാൻ മറന്നു. അപ്പോൾ ജാക്കറ്റ് ജസ്റ്റ് ഊരിയിട്ട് ഞാൻ ബാലക്ലാവ് ഇട്ടിട്ട് കയറ്റിയതാണ്. അപ്പം അത് പോയി എന്ന് തോന്നണേ. അല്ല പോയി, അത് അപ്പം പോയതാണെന്ന് തോന്നണേ. എനിക്ക് ഭയങ്കര വിഷമമായി. ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു വിഷമകരമായ കാര്യം സംഭവിച്ചു. പക്ഷെ മറ്റേ പേരുണ്ട്, ഒരു പേര് പോയുള്ളൂ. അപ്പം മറ്റേ പേര് കുത്തുന്ന സാധനമൊക്കെ ഉണ്ട്. അപ്പൊ ഒരെണ്ണുണ്ട്, പക്ഷെ പുതിയ മൈക്കായിരുന്നു ഗൈസ്, പോയി. ഞങ്ങളിപ്പോ ഇവിടുത്തെ സ്പെഷ്യല് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്താണ്. ഇത് എന്തായിരുന്നു? കാന്തപുര,
ഇവിടുത്തെ പേര് ഇവിടെ നിന്നേ ഞാൻ തെറ്റിക്കാൻ. ഇനി നോർത്ത് ഇന്ത്യ പോയി കഴിഞ്ഞാൽ ഞാൻ ഹിന്ദി മാലു നെഹി നെഹി ഹിന്ദി ഒരു തരി അറിയില്ല ഗൈസ്. ദിസ് ഇസ് കുന്താപുര, കുന്താപൂർ ചിക്കൻ കറി. ഒന്നിനും കൊള്ളില്ല. നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയിൽ വെള്ളം ചേർത്ത പോലെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങൾ മേടിക്കേണ്ട. ഇത് ചിക്കൻ സുക്ക. ചിക്കൻ സുക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചിക്കൻ സുക്കയുടെ ഗ്രേവി നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഇത് എന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല ഇതിന്റെ ടേസ്റ്റ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. കുറെ സ്പൈസും പിന്നെ ഗാർലിക് നാനൊക്കെ കൂട്ടിയിട്ട് ഇതിങ്ങനെ പിടിപിടിച്ച് കഴിഞ്ഞാൽ കറി ലീവ്സിന്റെ ടേസ്റ്റോ ഗാർലിക്കോ നല്ലൊരു ഗ്രേവി ഉണ്ട്. കണ്ടോ, നല്ല തിക്ക് ഗ്രേവി അല്ല, അതിനകത്ത് എന്തൊക്കെയോ പീസുകളുണ്ട്, ഗാർലിക്കും ഓണിയനും. പക്ഷെ നല്ല രസമുണ്ട് ഇതിങ്ങനെ കഴിക്കാൻ. ചിക്കൻ സുക്കാണ് ഇവിടെ. ഇതിന്റെ പ്രോൺസ്, മട്ടൻ സുക്ക, അങ്ങനെ പലതും ഉണ്ട്. ഇത് നിങ്ങളിവിടെ വരുമ്പോൾ ട്രൈ ചെയ്തോട്ടെ. വിത്ത് ഗാർലിക് നാൻ സൂപ്പർ കോംബോ ആണ്. അപ്പം ഇനി ഫുഡ് അടിച്ച് നമ്മളെന്ന് ഉറങ്ങുന്നു. നാളെ സെന്റ് മേരീസ് ആയിരുന്നു. അപ്പം നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇപ്പോൾ കർക്കിയര സ്റ്റേനെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് മാൽപ്പയിലാണ്. ഞങ്ങളുടെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയേക്കണേ. ഡേ 3. അപ്പോൾ ഈ ഒരു ബീച്ച് സ്റ്റേനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ എല്ലാ സ്റ്റേയും ഞങ്ങൾ കാണിക്കണില്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ദ നൈസസ്റ്റ് സ്റ്റേ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കണേ. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് മാൽപ്പയത്തെ സ്റ്റേ ആണ്. അപ്പോൾ ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് ആ ലൈൻ പോണത് മൊത്തം ബീച്ചാണ്. അതായത് ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലേക്ക് എത്തും. നമുക്ക് ബീച്ച് വ്യൂ ബാൽക്കണിയിൽ നിന്ന് മുകളിലേക്ക് നമുക്ക് കാണാനും പറ്റും. അപ്പോൾ ഇത് കർക്കിയരനെ ഒന്ന് കണ്ടാലോ. ഇവിടെ മൊത്തത്തിൽ വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര അടിപൊളി ഹൈജീനാണ്, നല്ല നൈസാണ്, സ്റ്റാഫ് അടിപൊളിയാണ്, ക്ലീൻ ആണ്. ഐ തിങ്ക് ദിസ് പ്രോപ്പർട്ടി ന്യൂ ആണെന്ന് തോന്നുന്നു. അവരുടെ ഓൾഡ് പ്രോപ്പർട്ടി ആയിരിക്കണം ബാക്കിൽ. ബട്ട് ദിസ് ബിൽഡിംഗ് ഈസ് വെരി വെരി ന്യൂ, അല്ലെങ്കിൽ ന്യൂലി റിനോവേറ്റഡ്. അത്ര ക്ലീൻ ആൻഡ് ഹൈജീൻ ആയിട്ടാണ് ഇവിടെ എല്ലാം ചെയ്തേക്കുന്നത്. സോ നമ്മളെടുത്തേക്കുന്ന പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ ഇവരുടെ കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു സ്മോൾ ഏരിയയിലാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒന്ന് കണ്ടാലോ. ഒരു കുട്ടി സ്പേസ് ആണെങ്കിലും ഭയങ്കര ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇവിടെ വെച്ചേക്കുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ഫുഡും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഹോട്ടായിട്ട് ഫുഡ് വേണമെങ്കിൽ ഓംലേറ്റ്സ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതും അവർ ചെയ്തു തരും. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ നമുക്ക് കുറേ വെറൈറ്റി സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങൾ പൊക്കി കാണിച്ചു തരാം. സോ ഇവിടെ നമുക്കിത് ഫ്രൂട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ദേ ഇവിടെ നമുക്ക് 3 ബണ്ണ് കണ്ടോ. ഇത് മാംഗ്ലൂരിയൻ ബണ്ണാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ജോസഫ് മുന്നേ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ അതേ നമുക്കിവിടെ സാമ്പാറുണ്ട്. അങ്ങനെ സാമ്പാർ, ചമ്മന്തി, നമ്മുടെ വട, അങ്ങനെ എല്ലാം നല്ല ഫ്രഷ്ലി മെയ്ഡ് ആയിരുന്നു. പൂരി ഉണ്ടായിരുന്നു. ദേ പൂരി ഇനി ഒരെണ്ണം ബാക്കിയുള്ളൂ, വിച്ച് മീൻസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഫുൾ പൂരിയായിരുന്നു. പിന്നെ ഇവിടെ അധികം ആൾക്കാർ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു 2 ഫാമിലിയും ഞങ്ങൾ മാത്രമായിരുന്നു ഇന്നിവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ന്യൂലി റിനോവേറ്റഡ് ആയതുകൊണ്ട് ഇവർ റീസെൻ്റ്ലി ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ ഈ ഒരു സ്പേസ് എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂം നല്ല ക്ലീൻ ആയിരുന്നു. നമ്മൾ റൂം കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ സ്റ്റാഫ് പിള്ളേരെ നല്ല ഇഷ്ടമായിട്ടോ. നല്ല നൈസ് സ്റ്റാഫാണ്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ടക്കിയുന്ന സാധനങ്ങൾ കൊണ്ടു തരും. പിന്നെ ഇവിടെ നമുക്കിപ്പോൾ ഫുഡായിട്ട് അവരിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കുറേ ഹോട്ടലുകളുടെ കുറേ ഡിഷസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഹോട്ടലിൽ ഇവിടെ തന്നെ ഡെലിവർ ചെയ്യും. ഇവർ നമുക്ക് റൂമിലേക്ക് ഡെലിവർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഫുഡാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് നല്ല ഹോട്ടലുകളിൽ നിന്ന് നമ്മുടെ റൂമിലേക്ക് ഡെലിവറിയും കിട്ടും. അപ്പോൾ അത് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു. ഫിഷസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇപ്പം ഇവിടെ നല്ല മെയിൻറ്റെയിൻഡ് ആണ്. പുതിയതായിട്ട് തുടങ്ങിയോണ്ടാണെന്ന് അറിയില്ല. ഐ ഹോപ്പ് ഇങ്ങനെ തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തത് ക്ലീൻ ആയിട്ട് ഇടും. ഇപ്പം ലോൺ ആണെങ്കിൽ രാവിലെ തന്നെ ലോൺ മൊത്തം നനച്ച് ഇവിടെ ഫിഷിനൊക്കെ നല്ല ക്ലീൻ ആക്കി. ഫിഷ് ടാങ്ക് വരെ നല്ല ക്ലീൻ ആണ്. അവിടെ പിള്ളേർക്കൊരു പ്ലേയിങ് ഏരിയ ഉണ്ട്. ഒരു ചെറിയ പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഫുൾ ടൈം ഇവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് നൈറ്റ് ഇവിടെ ഫുൾ ലൈറ്റ്സ് കത്തും. അപ്പം നല്ലൊരു വൈബാണ്. നല്ല ക്വൈറ്റ് ആൻഡ് കാം പ്ലേസുമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നോക്കിയാൽ കാണാം കുറേ കണ്ടാവും. അവിടെ മെയിൻറ്റെനൻസ്, ഇവിടെ മെയിൻറ്റെനൻസ്, അങ്ങനെ മൊത്തത്തിൽ ഇതേ അവിടെ ചേട്ടൻ മെയിൻറ്റെനൻസ്, ഫുൾ മെയിൻറ്റെനൻസ് പരിപാടി ഇവിടെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫുൾ പ്രോപ്പർട്ടി. അതുകൊണ്ട് തന്നെ നല്ല നീറ്റാണ്. ഇപ്പോൾ ഇത് അടിപൊളിയാണ്. 1 വർഷം കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ക്ലീൻ ആണോ നിങ്ങൾ നോക്കിയിട്ട് വരണം കേട്ടോ. അതായത് മെയിൻറ്റെനൻസ് ആണ് നമ്മുടെ നാട്ടിൽ ഉള്ളൊരു പ്രശ്നം. എന്തായാലും ഇപ്പം ദിസ് ഈസ് അമേസിങ് സ്റ്റേ. ധൈര്യമായിട്ട് പോരാം, ക്ലീനാണ്. നമ്മുടെ പടക്കുതിര ഇവിടെ റെഡിയാണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സേഫായിട്ട് നമുക്ക് പോകാനും പറ്റും. ബിക്കോസ് ഫുൾ ടൈം ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. ആൻഡ് നല്ല സെക്യൂർഡ് ആണ്. ലൈക്ക് അത് മൊത്തം ഗേറ്റ് അടച്ച് പൂട്ടിയിടും. അപ്പോൾ നമുക്ക് വണ്ടിയും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ധൈര്യമായിട്ട് പോവുകയും ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സ്റ്റേയുടെ അടുത്ത് ബീച്ചാണെന്ന്. അതാണ് നമ്മുടെ സ്റ്റേ. ഇതാണ് നമ്മുടെ ബീച്ച്.
വെരി വെരി ക്ലോസ് ബൈ. നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്ന് ഇറങ്ങിയതേ ബീച്ചിലെത്തി. അതാ നോക്കൂ, അവിടെ ഒരു ഐലൻഡ് കാണുന്നുള്ളേ, അതാണ് നമ്മുടെ സെന്റ് മേരീസ് ഐലൻഡ്. അപ്പൊ അവിടേക്കാണ് നമ്മുടെ പോക്ക്. ബീച്ചിൽ കാല് കുത്തി അവിടെയാണ് നമ്മുടെ ബോട്ട് പോണേ. അങ്ങോട്ട് 10 minutes നടക്കുക, ബോട്ട് കയറാ, സെന്റ് മേരീസ് ഐലൻഡ് പോവാ. അപ്പൊ പോയല്ലേ.